Good afternoon, teacher. How are you? Fine, I'm fine. Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon. എവിടെയായിരുന്നു ഗീത? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. അത് ടീച്ചർ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് അന്ന് പറഞ്ഞിരുന്നു, ആതിര ടീച്ചറോട് പറഞ്ഞിരുന്നു. ടീച്ചറോട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല അന്ന്. അതാണ്. ഓക്കെ. അല്ല, ഞാൻ വിചാരിച്ചു ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന വിചാരിച്ചത്. പിന്നെ ഔട്ട് സൈഡ് ആയിരുന്നു. ആ സമയമാകുമ്പോഴേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എന്നല്ല, ഇംഗ്ലീഷ് ടീച്ചർ എന്ന് മേടിച്ചതാണ്. കാരണം അല്ലെങ്കിൽ പോർഷൻ തീരില്ല എന്റെ. അപ്പൊ ഇന്ന് കയറിയതാണ്. രണ്ട് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് വന്നതാണ് കേട്ടോ. അന്ന് ബുധനാഴ്ച ഉണ്ടാവും എന്തായാലും. ഓക്കെ ടീച്ചർ, ഞാൻ ടീച്ചർ പറയുന്ന കേട്ടിരുന്നു. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു മൺഡേ ഞാൻ എടുക്കുന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളോട്, അപ്പൊ പ്രെയർ ആരാ ചെയ്യുന്നേ? ആരാ പ്രെയർ ചെയ്യുന്നേ? ആരില്ലേ ചെയ്യാനായിട്ട്? ഞാൻ ചെയ്യട്ടെ മിസ്സേ. ചെയ്തോളൂ. Good afternoon, miss. Good afternoon to all. Thank you for bringing us together today. We are grateful for the gift of learning, friendship, and the opportunity to grow, bless our class, and guide our thoughts so that we may work in unity and wisdom. Help us to listen with open hearts, respect one another. We ask for your blessings and guidance in all we do. Amen. അപ്പോ നമ്മളിന്ന് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ കൂടി ഞാൻ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. എന്റെ ക്ലാസ്സിൽ ഇപ്പൊ 2-3 ക്ലാസ് കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് നീഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുത്തു വരുന്നത്. ഇതിനകത്ത് ഫുഡ് ആൻഡ് വാട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ക്ലോത്തിങ്ങിനെ പറ്റി പറഞ്ഞു, സ്ലീപ്പ് ആൻഡ് റെസ്റ്റിനെ പറ്റി പറഞ്ഞു, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു, ഹൈജീനെ കുറിച്ച് സംസാരിച്ചു. ലാസ്റ്റ് വൺ റോൾ ഓഫ് ഇമോഷൻ. അവിടെ വരെയായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആണല്ലോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതിനെ കുറിച്ച് നിങ്ങളുടെ വേർഡ്സിൽ എന്താണ് മനസ്സിലായതെന്ന് എഴുതുക. ഇത്രയും കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് ഞാൻ തരാം. 10 മിനിറ്റ് പോരെങ്കിലും പറഞ്ഞാൽ മതി. 10 മിനിറ്റ് ഞാൻ ഇപ്പൊ തരാം. ഇനി കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കൂട്ടിത്തരാം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതായത് ഈ PDF-ലുള്ള കാര്യങ്ങൾ, അതിന് പുറമെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അത് കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചേർക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നിങ്ങൾ എഴുതുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി കേട്ടോ. ഭയങ്കര വലുതായിട്ടൊന്നും എഴുതണമെന്നില്ല. സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. പത്ത് മിനിറ്റ് തരാം. ഹോസ്പിറ്റലിലാണോ റഫീന? സാരില്ല, എഴുതണ്ട, പിന്നെ എഴുതിയാൽ മതി കേട്ടോ.
പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തവരാണെങ്കിൽ മലയാളം യൂസ് ചെയ്യാം. മിസ്സേ, ആ സഫീല, ഞാനിപ്പോ കേറിയതേ ഉള്ളൂ മിസ്സേ. എനിക്കൊന്നും എന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. ഒന്നും കൂടെ പറയൂ. പറയാം. അതായത് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് എഴുതുക. നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ സിമ്പിൾ ആയിട്ടൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററില് റോൾ ഓഫ് ഇമോഷൻ വരെയായിരുന്നു ഞാൻ എടുത്തത്. അതിനെ കുറിച്ച് സഫീലക്ക് എന്താണോ മനസ്സിലായ കാര്യങ്ങള് അത് എഴുതാനായിട്ട് നോക്കുക. സൈക്കോളജിക്കൽ നീഡ്സ് ആണോ? നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ. സ്റ്റാർട്ട് ചെയ്ത് റോൾ ഓഫ് ഇമോഷൻസ് വരെ. ഓക്കെ മിസ്സേ. എഴുതി കഴിഞ്ഞവര് പറയാം കേട്ടോ.
ഓക്കെ സബീഷ്, വേറെ കുഴപ്പമില്ല, പിന്നെ എഴുതിയാൽ മതി കേട്ടോ. ഫിനിഷ് ടീച്ചർ. ഓക്കെ, വെരി ഗുഡ്. ഒന്ന് വായിക്കാമോ, റീഡ് ചെയ്യാമോ? ഓക്കെ ടീച്ചർ, ഒരുപാടില്ല, ഞാനത് ഏറ്റവും ചുരുക്കി ചെറുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് വായിക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ്. വി കാൺ ലിവ് വിതൗട്ട് ഫുഡ്. ശരിയായ അളവിലും രീതിയിലും ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയും ആരോഗ്യവും ലഭിക്കൂ. സോ വി ഷുഡ് നോട്ട് സ്കിപ്പ് അവർ ഫുഡ്. അതാണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ്. പിന്നെ പറയുന്നത് ക്ലോത്ത് ആണ്. അതിൽ വ്യത്യസ്തമായ ക്ലൈമറ്റ് ആണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ക്ലോത്ത്സ് ആണ് ധരിക്കേണ്ടത്. അതായത് സമ്മറിൽ കോട്ടൺ ഡ്രസ്സും വിന്ററിൽ വൂളൻ ക്ലോത്ത്സും. പിന്നെ അതുപോലെ തന്നെ ധരിക്കുന്ന ഡ്രസ്സ് നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം, പ്രത്യേകിച്ച് അണ്ടർ ക്ലോത്ത്സ്. പിന്നെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. ആവശ്യമായ ഉറക്കവും റെസ്റ്റും ഹോൾ ഡേ നമ്മളെ ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. മിനിമം 7 hours എങ്കിലും ഉറങ്ങണം. അതുപോലെ തന്നെയാണ് ആക്ടിവിറ്റിയും എക്സസൈസും. അത് നമ്മളെ റിഫ്രഷ്മെന്റ് ചെയ്യുന്നു. പിന്നെ ഹൈജീൻ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. പിന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, അതായത് ഭക്ഷണത്തിന് മുമ്പേയും ശേഷവും കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവരെ എപ്പോഴും അതിനെക്കുറിച്ച് ഒരു ബോധ ഉളവാക്കിയെടുക്കണം. അതാണ്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും അത് പാലിക്കാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഇമോഷനാണ്. അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല. കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഇമോഷൻ കുറഞ്ഞു വരുന്നു. ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ടീച്ചർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. Okay, I will do. At first I wrote in Malayalam, then afterwards I started writing in English. Okay, first paragraph I will read. Okay, they should eat balanced diet, including all the kinds of vitamins, carbohydrate, proteins, minerals,
everything that will help the proper growth of the children so that they will remain healthy. Again, cloth. Children must wear clean cloth according to season. They must wear loose cloth, cotton cloths during summer, and during winter they must wear woolen cloth. That cloth, if it is tight also okay, but summer season should not wear tight cloth. And they need sleep and rest. Children needed enough sleep and rest. Child feels fresh and active when waking up. If they sleep properly, that means in a day, 8 or 10 hours, when they get up, they will be very active. Otherwise, they will show tiredness only. Next, activity and exercise. A good amount of physical activity and playing needed. Freely under adult. So, under adult supervision, they should play. Otherwise, they may get hurt. Needed for their muscle, and this exercise needed for their muscle development. Without a proper physical activity and exercise, it affects their growth and growth retardation. That means valarcha muradikal happens in the long run. Next, hygiene. Cleanliness are another important things for good health. Proper toilet cleaning with soap. When after using the toilet, they must clean their hands with soap, and again they must think that this toilet should be used by some other children. So nicely flush and use clean where they should use the toilet. Keep their private parts should keep clean. Wash their hands regularly before and after food with the soap. Okay, only that much I wrote. No time also. Madam should have given little more time. Okay, thank you. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ചെയ്തല്ലോ, അത് തന്നെയാണ് എന്റെ സന്തോഷം. ചെയ്യാതിരിക്കരുത്, ചെയ്യുന്നുണ്ടല്ലോ. ഇനി ആരാണ്? അനദർ വൺ. ഞാൻ പറയട്ടെ മിസ്. ഓക്കെ. Food and water. Food provides energy to work. Water is essential for our entire function. So if we don't get enough water, our body get dehydrated. Healthy food keeps our body healthy. So we should have our healthy food, and healthy food also helps us to free from diseases. Clothing. We need neat and tidy dress. We can select cloth according to climate and occasion. In summer season, it is easy to wear cotton dress. Kids' dress should be attractive and not be too tight. Sleep and rest. Proper function of our body. Our body needs rest. A healthy person should take 6 to 8 hours sleep. Kids should take 9 to 10 hours sleep. A lack of sleep will affect our body mentally and physically. Activity and exercise. In a growing age, kids need physical activity. It will help the child's muscle development and also growth. Adults need an exercise for keeping their body fit and active. Lack of activity can lead to growth retardation in child. In adult, it will lead to cause of many diseases. Hygiene. Personal and environmental hygiene is very important for our health. Child should given proper training for keeping their body very neatly. They should be taught how to wash their hands, how to keep their teeth clean. They should also teach how to use the toilet properly, like that. Thank you. ഓക്കെ, വെരി ഗുഡ് നമുക്കിതാ. ഇനി ആരാ? ഇനി ആരാണ് റീഡ് ചെയ്യുന്നേ? ഇനി അതില്ലേ? ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് ആൻഡ് വാട്ടർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ ഫുഡ് തന്നെ കഴിക്കണം. നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പല ഡിസീസസും വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലോത്തിങ്. കുട്ടികൾക്ക് എപ്പോഴും
അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്തിങ് തന്നെ ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ ക്ലൈമറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ക്ലോത്ത്. ആ രീതിയിലുള്ള ക്ലോത്ത് ആയിരിക്കണം കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ടത്. സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, കുട്ടികൾക്ക് മതിയായ രീതിയിലുള്ള ഒരു വിശ്രമം വേണം. പിന്നെ എന്നാലേ അവര് നടക്കാൻ ഫ്രഷായി നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സ്ലീപ്പും റെസ്റ്റും വേണം. പിന്നെ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, നല്ല രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഫ്രീ ആയിട്ടുള്ള പ്ലേയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിന് നല്ലതുപോലെ റിസൾട്ട് കിട്ടും. പിന്നെന്തുവാ, ഹൈജീൻ കുഞ്ഞുങ്ങളുടെ ഈ ശുചിത്വം, അതായത് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാലും അവരെ കൈ കഴുകാനും സോപ്പ് ഉപയോഗിച്ച് എല്ലാം ചെയ്യാനും നമ്മൾ പേരൻസ് തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ഒക്കെ കൈകൾ വൃത്തിയാക്കാനുള്ള ക്ലീൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. മിസ്സേ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇന്നലത്തെ ക്ലാസ്, മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്. അപ്പൊ ഇപ്പൊ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ മിസ്, കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു. മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ സഫീലയ്ക്ക്? ഇപ്പൊ നോക്കിയപ്പോ ഞാനങ്ങ് ഇവരുടെ കൂടെ കുറച്ചങ്ങ് ഇതാക്കി പറഞ്ഞതാ. ഞാൻ ആദ്യമായിട്ടാണ് മിസ്സിന്റെ ക്ലാസ് കാണുന്നത്. PG ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ മിസ്? PG ക്ലാസ്സിലുണ്ട്. ഞാൻ PG ക്ലാസ്സിലുണ്ട് സഫീല. ഉണ്ട്. ഇപ്പൊ കേറണ്ടെന്ന് പറഞ്ഞല്ലോ PG ക്ലാസ്സില്. ഇപ്പൊ ഇല്ല. ഇനി നിങ്ങൾക്ക് പറയും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ആദ്യമായിട്ടാണ് മിസ്സിന്റെ ക്ലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടാണ് മിസ് സംസാരിപ്പിക്കുന്നത്. അതെ, പക്ഷെ ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ. പല കുട്ടികളും പഠിപ്പിക്കുന്നതിനെ കാട്ടി ഞങ്ങളെ അഭിപ്രായത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതെ, അതെനിക്ക് അറിയാം. ആ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ടാണ്. എന്റെ ക്ലാസ് ഇങ്ങനെയാ പോവാ. ഞാൻ തന്നെ സംസാരിക്കും. എന്റെ ക്ലാസ് ഇങ്ങനെ തന്നെയാ പോവാ. ഞാൻ മാത്രമായിട്ട് സംസാരിക്കില്ല, നിങ്ങളെ സംസാരിക്കുകയും കൂടി ചെയ്യും. അത് ഭയങ്കര ഒരു ക്ഷമയാണ് കേട്ടാ. എത്ര കുട്ടികള് ആ PG ക്ലാസ്സിൽ പറയാനുണ്ടെങ്കിലും അത്രയും ഇരുന്ന് കേൾക്കും. അതെ, ഞങ്ങളുടെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ. അപ്പോഴും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് മിസ്സിന്റെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാ കണ്ടത്. അങ്ങനെ നല്ല ക്ലാസ്സാണ് മിസ്സിന്റെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടീച്ചറുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ടീച്ചറുടെ ആ ഒരു ഇതാണ്, എന്താ പറയാ, ആ ഒരു എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ആണല്ലേ. ഓക്കെ, താങ്ക് യു. ജിഷ് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അഭിപ്രായം പറഞ്ഞത്. ഗീതാനും അപ്പ തന്നെ അതും പറഞ്ഞു, ടീച്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിഷ് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങള്? ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്, നല്ല ടീച്ചറാണ്, നല്ല എപ്പോഴും സ്മൈലി, നല്ല പ്ലസന്റ് ആയിട്ടാണ്. അപ്പൊ ജിഷ ടീച്ചർ പറഞ്ഞു അതെ ഞാനും പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ചിരിക്കും, അതാണ്. ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പത്തിലേക്ക് എന്നെ വിളിച്ചിരുന്നത് കേൾക്കാൻ പറ്റിയെന്നാണ്. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. സങ്കടം വന്നാലും ചിരിക്കും, സന്തോഷം വന്നാലും ചിരിക്കും, എന്തിനും ചിരിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ക്യാരക്ടറിന്റെ ഒരു ഭാഗമായി തീർന്നു. ഞാനും അതുപോലെയാണ് ടീച്ചർ, എല്ലാവരും എപ്പോഴും ചിരിച്ചിട്ട്. പക്ഷെ എന്താ അതിന്റെ ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖം ഒന്ന് വാടിയാൽ അവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊക്കെ എപ്പോഴും അങ്ങനെയാണ്, എന്നോട് എപ്പോഴും പറയും ചിരിക്കാതെ കണ്ടിട്ടേ ഇല്ല, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടേ സംസാരിക്കൂ. അതുപോലെ തന്നെ ടീച്ചറെ പോലെ ഇപ്പൊ നമ്മളെ കാണാത്തോണ്ടാണ് ടീച്ചർക്ക് മനസ്സിലാവാത്തത്. നമുക്ക് കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് കാണാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ സംസാരിക്കാം. ഓക്കെ, അപ്പോ ഞാന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മാത്രം സംസാരിക്കില്ല നമ്മുടെ ക്ലാസ്സിൽ കേട്ടോ. എനിക്കറിയില്ല വേറെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എന്റെ ക്ലാസ് എന്ന് പറയുന്നത് PG ക്ലാസ്സിലും ഇങ്ങനെയാ ഫോളോ ചെയ്യുക. അതായത് നിങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക ചെയ്യുക. ഇപ്പൊ ചിലർക്ക് ഇഷ്ടമായി എന്ന് വരില്ല, കാരണം ചിലർ ലെഫ്റ്റ് ആയി പോകും. കാരണം ആ ടീച്ചർ ഒന്നും മിണ്ടുന്നില്ലല്ലോ, ടീച്ചർ മാത്രം ഒന്നും സംസാരിക്കുന്നില്ല, മറ്റുള്ളവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ വന്നേക്കാം. അതൊന്നും എന്താ പറയാ ചെവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളാണ് ടീച്ചേഴ്സ് ആവേണ്ടത് അല്ലെ. നിങ്ങൾ ഇനി ഭാവിയിൽ വേറൊരു കോഴ്സ്, നിങ്ങൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് പഠിക്കുന്നത് അല്ലെ, മോണ്ടിസോറിയാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വേറൊരു പ്രൊഫഷണൽ കോഴ്സ് പോലെയല്ല, നമ്മള് കുട്ടികളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് അറിയണം. സംസാരിക്കാൻ അറിയാത്തവരെ ടീച്ചറായിട്ട് എടുക്കുവോ?
എടുക്കോ? നിങ്ങൾ തന്നെ പറഞ്ഞു ഒന്ന്. അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടാകാം, അവിടെ എടുക്കുമായിരിക്കും. എന്നാലും സംസാരിക്കണ്ടേ നമ്മള്? നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കണ്ടേ? യെസ് ടീച്ചർ. പക്ഷെ സംസാരിക്കാത്ത ടീച്ചറെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും ചില സ്കൂളിൽ ഉണ്ടാവുമല്ലോ, എന്തായാലും ഒരു ടീച്ചറെങ്കിലും ഉണ്ടാവും തീരെ സംസാരിക്കാത്തത്. എപ്പോഴും എന്താ പറയാ, ഒരു ചിരിക്കാതെ ഒരു മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെ എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സിന്റെ കുട്ടികൾക്കും ഇഷ്ടമല്ല, പാരന്റ്സിനും ഇഷ്ടമല്ല. പാരന്റ്സിന് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ സംസാരിക്കണം. അപ്പൊ ഇതിനകത്ത് പല കുട്ടികളും ഞാൻ കണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മുമ്പത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ പലരും സംസാരിക്കില്ലായിരുന്നു. പക്ഷെ അവർ ഈ ഒരു കോഴ്സ് അവര് കംപ്ലീറ്റ് ആയി ഫിനിഷ് ആയി അവർ തിരിച്ചു പോകുമ്പോൾ ഏതൊരു സ്റ്റേജിൽ കയറിയവരോട് ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞാലും അവരത് ചെയ്യും. അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് അവർ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്രമാത്രം ഈ സംസാരം കൊണ്ടുള്ള ഗുണം നമുക്ക് മനസ്സിലാകും. അത് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടാകാം. നിങ്ങൾ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായെന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലോട്ട് കിടക്കാം. ഇനി ആർക്കെങ്കിലും വായിക്കാനുണ്ടോ? നിങ്ങളെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഴുതിപ്പിക്കുന്നതും വായിപ്പിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ സമയം വാല്യബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എഴുതാനും വായിക്കാനും ഒക്കെ പറയുന്നത്. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? മടി പിടിച്ചിരിക്കരുത് കേട്ടോ ഒരിക്കലും. എപ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാണ് അത് പ്രസന്റ് ചെയ്യാൻ, ഈ ഒരു മൈൻഡ് നമുക്ക് വന്നാല് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയായിട്ടായിരിക്കും ഇരിക്കുക. ഒരിക്കലും നമ്മൾ മുമ്പിലോട്ട് ഫോർവേഡ് വരില്ല, ഒരിക്കലും എപ്പോഴും ബാക്ക്വേർഡ് പോവുക. അപ്പൊ ആ ഒരു ശീലങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ആക്റ്റീവ് അല്ലേ, എന്താണ് ഇവിടെ പോയി എനർജി. ആദ്യത്തെ ക്ലാസ്സിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതും മൂന്നാമത്തെ ക്ലാസ്സിലൊക്കെ കയറിയപ്പോൾ ആളുകളുടെ ആ എനർജി ലെവൽ കുറഞ്ഞെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞത് എന്താണ് സംസാരിക്കാത്തത്. എന്റെ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് സംസാരിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം കേട്ടോ. എത്ര പൊട്ടത്തെറ്റായാലും കുഴപ്പമില്ല, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ് ടീച്ചർ. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് പോവുക കേട്ടോ. അതിന് അടുത്തത് നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. റോൾ ഓഫ് ഇമോഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അഫെക്ഷൻ ആണ് ഇനി കേട്ടോ. അഫെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് എടുത്ത് റീഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ആദ്യം ഒന്ന് പറയാം, എന്താണ് വായിച്ചിട്ട് മനസ്സിലായെന്നൊന്ന് പറയാം, then ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റോൾ ഓഫ് ഇമോഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ? യെസ് മിസ്. ആ എടുത്തു, നല്ലതായിട്ട് എടുത്തു. ആ, ഞാൻ അഫെക്ഷൻ ആണ് എടുക്കേണ്ടത് കേട്ടോ. ആ ഓക്കെ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ ഉഷാനിലൊന്ന് പറയാട്ടോ, എന്താണ് അഫെക്ഷൻ എന്തൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? വായിച്ചു പറയട്ടെ? വായിച്ചു പറഞ്ഞോളൂ. വേണ്ട, നമുക്ക് PDF വേണ്ട, കോപ്പി പേസ്റ്റ് വേണ്ട, മനസ്സിലായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനൊന്ന് വായിച്ചത്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. ഓക്കെ, എഫെക്ഷൻ മീൻസ് സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം. അതാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടത്. ടീച്ചേഴ്സിൽ നിന്നും പേരൻസിൽ നിന്നും കുട്ടികൾക്ക് സ്നേഹം കിട്ടണം. അത് അവരുടെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും എല്ലാം അത്യാവശ്യമാണ്. കുട്ടികളെ വളർത്തുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്നതിൽ വാത്സല്യം ആണ് ഏറ്റവും വേണ്ട ഘടകങ്ങൾ. പേരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും. ഹിസ് ഫീലിംഗ്സ് സെക്യൂർ ആൻഡ് ഹിസ് സെൽഫ് എസ്റ്റീം, സ്വയമേ ഉള്ള ഒരു അഹംബോധവും ഒരു സെക്യൂരിറ്റിയും എല്ലാം അവർക്ക് കിട്ടുന്നത് അവരുടെ ടീച്ചറും അവരുടെ പേരൻസും അവരെ സ്നേഹിക്കുമ്പോഴാണ്. ടു മേക്ക് മിസ്റ്റേക്ക്, അവര് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും തന്നെ അത് നമ്മൾ അതിന്റെ വേണ്ട രീതിയിൽ തിരുത്തി കൊടുത്താൽ അത് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. An atmosphere of actual love help the child also to develop. നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് റെസ്പെക്റ്റോടുകൂടി വളർത്തുന്ന കുട്ടികൾ മറ്റുള്ളവരോടും അങ്ങനെ തന്നെ പെരുമാറും. സമൂഹത്തിലും സ്കൂളിലും വീട്ടിൽ തിരിച്ചും പേരൻസിനോടും എല്ലാം അവര് അത് കാണിക്കണമെങ്കിൽ നമ്മൾ അവരെ ആ രീതിയിൽ പരിപാലിക്കണം. One of the characteristic of the good teacher, therefore, in his human quality, and he feels activity concerned about the activity-കൾ മുഖേന കുട്ടികളെ സ്നേഹിച്ചു അവരെ മനസ്സിലാക്കി കൊടുത്തും പഠിപ്പിക്കും. The development of love in children is important for the development of a new society. സോ ഒരു നല്ല സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടത് കുട്ടികളെ സ്നേഹിച്ച് നന്നായി വളർത്തണം. എന്നാലേ അവരതിൽ സഹകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ സ്വന്തം കാര്യം നോക്കി സെൽഫിഷ് ആയിട്ട് വളരും. ഓക്കെ മിസ്? ഓക്കെ, താങ്ക് യു. അപ്പോ ഈ അഫെക്ഷൻ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയൊരു കഥ പറയാം. കഥയാണെന്ന് പറയാനായിട്ട് പറ്റില്ല, ഒരു ചെറിയൊരു സംഭവം പറയാം. അതായത് ഒരു റോഡരികിൽ കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരാള് അയാൾ നടന്നു പോവുമായിരുന്നു. അപ്പോ നടന്നു പോകുന്ന വഴിക്ക് അയാളുടെ പേഴ്സ് താഴ്ത്തു വീണു. ഓക്കെ, അപ്പൊ ഇത് ഒരു ഭിക്ഷക്കാരൻ കണ്ടു. ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു? ആ പേഴ്സ് അയാളെ വിളിച്ചു വരുത്തിയിട്ട് എടുത്തു കൊടുത്തു. ഓക്കെ, അപ്പോ ഒരു ഭിക്ഷക്കാരനാണ്. ഒന്നിനും വകയിൽ ആകെ എന്താ പറയാ, കീറിയ കോലം, ഭക്ഷണത്തിന്റെ പ്ലേറ്റ്, ഡ്രസ്സൊക്കെ വളരെ മോശം, കുളിച്ചിട്ടില്ല കുറെ നാളുകളായിട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു കോലസഞ്ചി ഉണ്ട് കയ്യില്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കോലമായിട്ടുള്ള ഒരാളാണ് ഈ ഭിക്ഷക്കാരൻ. പക്ഷെ ഈ ഭിക്ഷക്കാരന് വേണമെങ്കിൽ ആ പേഴ്സ് എടുക്കാമായിരുന്നു. കാരണം അതിനകത്ത് അദ്ദേഹത്തിന് കുറെ പൈസ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാർഡുകൾ, ATM കാർഡുകൾ ഉണ്ടായിരുന്നു, ധാരാളം കാര്യങ്ങൾ ആ പേഴ്സിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും എന്ത് ചെയ്തില്ല, ഈ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തില്ല, പേഴ്സ് എടുത്തില്ല. മറിച്ച് അതിന്റെ ഉടമയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇദ്ദേഹത്തിന്, അതായത് ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ഈ ഭിക്ഷക്കാരനെ കണ്ടിട്ട് സഹതാപം തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ വഴക്ക് പറഞ്ഞു, ഈ ഭിക്ഷക്കാരനെ നിങ്ങൾ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അയാളുടെ കോലം കണ്ടില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇയാൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഈ വ്യക്തി എന്ത് ചെയ്തു? ഈ റിച്ച് ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്തു? ആ ഭിക്ഷക്കാരന് ആദ്യം കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം കുളിച്ചു മാറാനായിട്ട് ഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം ആ ആളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു റൂം, ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു, അവരുടെ ഗസ്റ്റ് ഹൗസ്, അങ്ങനത്തെ ഒരു കുഞ്ഞു റൂം ഉണ്ടായിരുന്നു, അതും അയാൾക്ക് താമസത്തിനായിട്ട് കൊടുത്തു. അപ്പൊ ഭിക്ഷക്കാരൻ ചിന്തിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇദ്ദേഹം ഭക്ഷണം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡ്രസ്സ് തന്നിട്ടുള്ളത്, റൂം തരുന്നതെന്നൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കും, നന്നായിട്ട് കിടന്നുറങ്ങും, കുറെ അലച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ ധാരാളം വെയിലൊക്കെ കൊണ്ടിട്ടില്ലേ, ഇന്നൊരു ദിവസം നിങ്ങൾ കിടന്നുറങ്ങും, നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോ
ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തി ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തെയും കൊണ്ടുപോവാ ചെയ്യുന്നത്. ആരെയും? ഭിക്ഷക്കാരനെയും കൂടി കൊണ്ടുപോകും. അപ്പൊ ഡ്രസ്സൊക്കെ അയാൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു, ഇയാള് കൊടുത്ത ഡ്രസ്സൊക്കെ ധരിച്ചു പോവാണ്. അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോ ഇയാള് കരുതണം എന്ത് വലിയ ഓഫീസ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളാണ്, കുറേയധികം സ്ഥാപനങ്ങൾ ഉണ്ട് ഇയാളുടെ പേരിൽ. അപ്പൊ ഓഫീസിലോട്ട് ചെന്നു. അപ്പൊ ഓഫീസിലെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇദ്ദേഹത്തെ കൂട്ടിച്ചത് ആരാണ്, പുതിയൊരു വ്യക്തി ആരാണ്, നമുക്ക് കണ്ടിട്ട് സിവിലൈസ്ഡ് അല്ലാത്ത പോലെയൊക്കെ തോന്നുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ ഇയാൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. റിച്ച് ആയിട്ടുള്ള ആൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു റൂമിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഇരിക്കുന്നു. ഓഫീസിലെ ഒരു റൂമിൽ കൊണ്ടുപോയി ഭിക്ഷക്കാരനെ ഇരുത്തുന്നു. എന്നിട്ട് പറയാണ്, ഇന്ന് തുടങ്ങി നിങ്ങള് ഇവിടുത്തെ പ്യൂൺ ജോലി ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ. അങ്ങനെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്. കാരണം ഒരു തെരുവിൽ കൊടുന്നിട്ടുള്ള ഒരു ഭിക്ഷക്കാരനാണ് ഞാൻ. എനിക്ക് ഭക്ഷണം തന്നു, ഉടുക്കാൻ വസ്ത്രം തന്നു, താമസിക്കാൻ വീട് തന്നു, ഇനിയും എനിക്ക് എന്ത് തരുവാണ്, ഒരു ജോലിയും കൂടി ഇദ്ദേഹം തരുവാണ്. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ വീണു. എനിക്ക് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ അദ്ദേഹം സെന്റിമെന്റ് ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടാണ് ഈ ജോലി അയാൾക്ക് കൊടുത്തത്. അതിനുശേഷം അയാൾ ആത്മാർത്ഥമായി ജോലിയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് മാനേജർ പോസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ. മാനേജർ പോസ്റ്റില് പിന്നീട് അദ്ദേഹം ആയി. മാനേജർ എന്ന നിലയിലും അദ്ദേഹം നല്ല രീതിയിൽ ജോലി ചെയ്തു, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. കുറേയധികം അച്ചീവ്മെന്റ്സ് അദ്ദേഹം ആ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഒരു വ്യക്തി, റിച്ച് ആയിട്ടുള്ള പേഴ്സൺ, അദ്ദേഹത്തിന് ഒരു കമ്പനി തുടങ്ങാനായിട്ട്, കമ്പനിയുടെ ഓണറായിട്ട് ഇദ്ദേഹത്തിനെ അവിടെ ഇരുത്തുകയാണ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ആ കമ്പനിയുടെ ഓണറായി അദ്ദേഹം സ്വയമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആരംഭിച്ചു. അദ്ദേഹത്തിന് ലോകത്തിന്റെ പല സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും മറ്റുമൊക്കെ കിട്ടി. അദ്ദേഹത്തിന്റെ പേരില് ധാരാളം കമ്പനികൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ കഥയിൽ നിന്ന്, ടീച്ചർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒന്ന്, ആ ഭിക്ഷക്കാരന്റെ സത്യസന്ധത. അത് കൊടുത്തത്, ആ പേഴ്സ് കൊടുത്തത് കൊണ്ട് അയാൾക്ക് ഒരു ലൈഫ് ലോങ് ജീവിതമാണ് കിട്ടിയത്. അല്ലെങ്കിൽ ആ പേഴ്സിലെ പൈസ കഴിയുന്നത്രേ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. അയാളുടെ സത്യസന്ധത കാരണം അയാൾക്ക് ജീവിതകാലം മുഴുവനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്താണ് കഥയിൽ നിന്ന് എന്ത് പാഠമാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന്? റിച്ചുള്ള ആ മനുഷ്യൻ ആ ഒരു സ്നേഹവും വാത്സല്യവും ആ കരുതലും ഒക്കെ ഉണ്ടായിട്ടല്ലേ അയാള് ഇത്രയായത്. അപ്പോഴവിടെ കൂടുതൽ അതാണ് പോയിന്റ് കേട്ടോ. കാരണം അദ്ദേഹം കാണിച്ച ആ ഒരു വാത്സല്യം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, കരുതൽ ഒക്കെ ഉണ്ടല്ലോ, ഭിക്ഷക്കാരനോട് കാണിച്ചൊരു വാത്സല്യം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്. ആ ഒരു സ്റ്റേജിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇത്രയും വരെ എത്താനായിട്ട് സാധിച്ചത്. ഇതാണ് പോയിന്റ്. ഗീതാനുവ് പറഞ്ഞ പോയിന്റും കാര്യമാണ്. കാരണം സത്യസന്ധത, ഒരു മനുഷ്യൻ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും എത്താമെന്നാണ് ഗീതാനുവ് പറഞ്ഞത്. ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അഫെക്ഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഒരു വ്യക്തിക്ക് നമ്മൾ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കെയർ കൊടുക്കുകയാണെങ്കിൽ, ആ വ്യക്തിയെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു കുഞ്ഞിക്കഥയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ഇനി എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാം. നേരത്തെ ഉഷാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ പോയിന്റ്സും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻ ആണ് അഫെക്ഷൻ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവിക്കണമെങ്കിൽ അഫെക്ഷൻ വേണം. ഒരു സാമൂഹ്യ ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി ആണെങ്കിൽ നമ്മൾക്ക് അഫെക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മൃഗത്തിന് തുല്യമാകുന്ന പറയുന്നത് കേട്ടോ. മൃഗങ്ങളാകുമ്പോൾ സ്നേഹവും കാര്യം, അവരിൽ തന്നെ സ്നേഹങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല. എന്നാലും ഒരു മനുഷ്യനാണെങ്കിൽ, അത് ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പറയണമെങ്കിൽ അവന്റെ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ വാത്സല്യം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടായിരിക്കണം. ഒരു കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിനെ അഫെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഘടകം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ, നിങ്ങൾക്ക് ഭിക്ഷക്കാരന്റെ കഥ പറഞ്ഞ പോലെ, ഒരു കുട്ടിയെ മാറ്റിമറിക്കാനായിട്ട്
വാത്സല്യം എന്നതുകൊണ്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അൺസിവിലൈസ്ഡ് ആയ ഒരു കുട്ടിയെ സിവിലൈസ്ഡ് ആക്കുവാൻ ഇത് സഹായിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഭിക്ഷക്കാരന്റെ കഥ. അയാൾ അൺസിവിലൈസ്ഡ് ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിനെ സിവിലൈസ്ഡ് ആക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അപ്പൊ ഈ അഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ മാതാപിതാക്കളിൽ നിന്നോ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? എല്ലാ കുട്ടികളും അതെ, ആരും ആഗ്രഹിക്കാത്തതായിട്ട് ഉണ്ടാവില്ല അല്ലെ? സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ കസിൻസിൽ നിന്നൊക്കെ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? കുട്ടി വാത്സല്യം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. കുട്ടികളുടെ കേസ് മാത്രമല്ല കേട്ടോ, നമ്മളും ആഗ്രഹിക്കാറില്ലേ വാത്സല്യം? ഉണ്ടാവും. യെസ് ടീച്ചർ, തീർച്ചയായും നമ്മളും വാത്സല്യം ആഗ്രഹിക്കാറുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഈ ഒരു അഫെക്ഷൻ കുട്ടിയില് ഒരു തോന്നൽ ഉണ്ടാക്കുവാണ്. അതായത് അഫെക്ഷൻ ഉണ്ടായാല് കുട്ടിക്ക് ഒരു തോന്നൽ ഉണ്ടാവും, കുട്ടി സുരക്ഷിതനാണെന്ന്, കുട്ടിക്ക് ചുറ്റും കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് കുട്ടി വിചാരിക്കും. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടർ. കുട്ടിക്ക് ഇപ്പൊ നമ്മള് ഫാമിലിയിൽ കൂടുതലായിട്ട് അഫെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വാത്സല്യം കൊടുക്കുകയാണെങ്കിൽ, സ്നേഹം കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് തന്നെ ബോധ്യം വരും, എന്നെ അവര് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവരുടെ സംരക്ഷണത്തിലാണ്, ഞാൻ എപ്പോഴും സേഫ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണല്ലോ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. വേൾഡിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അല്ലെ? നമ്മുടെ വീട്ടിൽ കയറി വന്ന ആരും നമ്മളെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല അല്ലെ? അതൊക്കെ എന്താണ്? നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ കുട്ടി വിചാരിക്കുന്നത് ആ കുട്ടിയുടെ സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്ന ആ വീട് തന്നെയാണ്. ആ വീട്ടിലെ ആളുകൾ ആ കുട്ടിക്ക് അഫെക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത് അഫെക്ഷനിലൂടെ? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവര് സ്നേഹിക്കാനായിട്ടുണ്ടെങ്കിൽ സ്വയമേ നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ലേ? ശരിയല്ലേ? ആരും ഇല്ലാത്തവരാണെങ്കിലോ? നമ്മൾ കണ്ടിട്ടില്ലേ? ധാരാളം അനാഥരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ആരുമില്ലാത്തവരോ കൂടിയവരോ ഒന്നുമില്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിലൊക്കെ കോൺഫിഡൻസിന്റെ കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. പക്ഷെ ആളുകൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റിലും സ്നേഹിക്കാനും വാത്സല്യം പ്രകടിപ്പിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ചുറ്റിലുള്ളവരാണെങ്കിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല കേട്ടോ, പഠനങ്ങൾ പറയുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പം ഓരോ കാര്യങ്ങള് അവനവനാൽ, അതായത് കുട്ടി സ്വയം ചെയ്ത് ശ്രമിക്കേണ്ടതിന്റെയും റിസ്ക് എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടതിന്റെയൊക്കെ കാര്യങ്ങള് കുട്ടിക്ക് മനസ്സിലാവും. അതായത് ഓരോ കാര്യങ്ങൾ, ഓരോ ഡ്യൂട്ടീസ് അവൻ ഏൽപ്പിക്കുമല്ലോ. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ഡ്യൂട്ടീസ് ഒക്കെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഡ്യൂട്ടീസ് എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്, റിസ്ക് ഉള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് റിസ്ക് ഏറ്റെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഈ അഫെക്ഷനിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ. അടുത്തത് നമ്മുടെ സ്കൂളിന്റെ അന്തരീക്ഷത്തില് കുട്ടികളെ എപ്പോഴും അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് സഹതാപം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല ബിഹേവിയർ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല അധ്യാപകന്റെ ഗുണം എന്ന് പറയുന്നത് മാനുഷിക ഗുണമാണ്. അതായത് എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാ കുട്ടികളെയും ഒരുപോലെ നിന്ന് കണ്ടിട്ട് ആ കുട്ടിയുടെ, ഇപ്പൊ ഓരോ കുട്ടികളുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടുള്ള ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകാം. അപ്പൊ അതറിഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഓരോ കുട്ടിയെയും നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാതെ നമ്മൾ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ ആ കുട്ടിയുടെ ആ മൊത്തത്തിലുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ തന്നെ ചിലപ്പോ എന്താണ് ഓവറോൾ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ സ്കൂളിൽ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട്, പരിഗണന കൊടുക്കണം. പരിഗണന കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? കുട്ടികൾ വളരുക. അല്ലാണ്ട് അവരെ ഒരിക്കലും നമ്മൾ താഴ്ത്തിക്കെട്ടാനായിട്ട് പാടുള്ളതല്ല.
ഒരു ടീച്ചറിന് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ മാനുഷിക ഗുണം എന്നാണ് പറയുക കേട്ടോ. അതായത് മാനുഷികമായിട്ടുള്ള ഗുണങ്ങള് നല്ല ടീച്ചർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനകത്ത് ആദ്യത്തെ ഒന്നാണ് സ്റ്റുഡൻസിനെ കേൾക്കുക എന്നുള്ളത് കേട്ടോ. എന്ത് ചെയ്യണം? കേൾക്കണം. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്. അതിപ്പോ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഏത് ജോലി, നമ്മൾ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, ഇപ്പൊ ആശുപത്രിയിലാണെങ്കിൽ രോഗികളാവാം, സ്കൂളിലാണെങ്കിലും സ്റ്റുഡൻസ് ആവാം, അവരെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ കേൾക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെ നമ്മൾ കേട്ട് കഴിഞ്ഞാലാണ് അവരുടെ പ്രോബ്ലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മാനുഷിക ഗുണം എന്നുള്ളത് ഒരു ടീച്ചർക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർമാർക്ക് സാധാരണ തോന്നുന്ന ഒരു ആൻസൈറ്റി ഉണ്ട്. അതായത് കുട്ടികളെ കുറിച്ച്, സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് ധാരാളം ഉത്കണ്ഠകൾ, ആൻസൈറ്റീസ് ഉണ്ടാവാറുണ്ട് ടീച്ചേഴ്സിന്. അപ്പോ അത്തരത്തിലുള്ള ആൻസൈറ്റീസ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്തും ടീച്ചറും കുട്ടിയും തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യണം, പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹതാപം എന്ന് പറയുന്ന ആ ഒരു പേഷ്യൻസ്, അതുപോലെ തന്നെ എംപതി, സിമ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുട്ടികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു കുട്ടിയെ നമ്മൾ വിഷമിപ്പിക്കാനോ ആ കുട്ടിയെ ദേഷ്യപ്പെടുത്താനോ ഒന്നും പാടുള്ളതല്ല. എപ്പോഴും കൃത്യമായിട്ട് പേഷ്യൻസോട് കൂടി, സിമ്പതിയോടുകൂടി, എംപതിയോടുകൂടി എന്ത് ചെയ്യാം, കുട്ടികളോട് പെരുമാറുക. അതിലൂടെയാണ് നമ്മുടെ വാത്സല്യം അവരുടെ പ്രകടമാവുക കേട്ടോ. നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നത്, വാത്സല്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കുട്ടികളുണ്ട്? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുള്ളതല്ലേ, എന്താ ചെയ്യുന്നത്? ഗീത, അനുപ് എന്താ ചെയ്യാ? ഞാൻ ചെയ്യുന്നത് ഹഗ് ചെയ്യും, എന്നിട്ട് ഉമ്മ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ തലോടൽ എന്ന് പറയില്ലേ, അങ്ങനെ തലോടും. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രായം ഇവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ മോനിപ്പം 15 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പൊ അവന് അതൊന്നും ഇഷ്ടമല്ല. അമ്മ അങ്ങോട്ട് മാറി, അമ്മ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടമല്ല. മോള് ഇപ്പോ 6th പഠിക്കുന്നത്. അവള് ഇഷ്ടമാണ് മോളേന്ന് വിളിക്കുന്നത്. മോളേന്ന് വിളിക്കാനേ പറ്റുമോ, എടീന്നൊന്നും വിളിച്ചുകൂടാ. അന്നേരം പറയും എന്നെ എടീന്ന് വിളിക്കണ്ട, എനിക്ക് മോളേന്ന് വിളിക്കാൻ ഇഷ്ടം. അപ്പൊ മോളേന്ന് വിളിച്ചാൽ അവള് ഭയങ്കര ഹാപ്പിയാ. പക്ഷെ മോൻ അതൊന്നും ഇഷ്ടമില്ല ഇപ്പൊ കണ്ടുവരുന്നത്. കാരണം ഇപ്പൊ കുറച്ച് വലുതായില്ലേ, ആ ഒരു കുട്ടിത്തം മാറിയതിന്റെ ആ ഒരു ഇതായിരിക്കും, ആ ടീനേജിന്റെ അത് അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്യും, അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഇതാക്കും, ചിലപ്പോ മുഖത്ത് ഇങ്ങനെ എന്താ പറയാ തടവും, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വേണ്ട പ്രായത്തില് നമ്മള് അവരുടേതായിട്ട് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഇത് കൊടുക്കുക. അതായത് ഓരോ പ്രായത്തിലും ഓരോ, ഇതിപ്പോ ഗീത പറഞ്ഞ പോലെ തന്നെ ചെറുപ്രായത്തിലുള്ള ഇതായിരിക്കില്ല അവർക്ക് വലുതാവുമ്പോൾ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എപ്പോഴായാലും സ്നേഹം അവർക്ക് കൊടുക്കുക. അത് ഏത് രൂപേണയാണോ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് വാത്സല്യം കൊടുക്കുക. ഓക്കെ, അത് ചിലവര് പ്രകടിപ്പിക്കും, ചിലവര് പ്രകടിപ്പിക്കണം എന്നില്ല. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്ക് ഒരു തോന്നല് വേണം, എനിക്ക് അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് വാത്സല്യം കിട്ടുന്നുണ്ട്, എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് കുട്ടിയില് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്തെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക, സ്നേഹം അവർക്ക് കൊടുക്കുക, വാത്സല്യം കൊടുക്കുക, അവരെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോവാന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അഫെക്ഷൻ ക്ലിയർ ആണോ? ടീച്ചർ. ഓക്കെ, അടുത്തത് ഹ്യൂമർ ആൻഡ് ലാഫർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ.
എന്താണ് സഫീല കമല് മനസ്സിലായത്? ഹ്യൂമർ ആൻഡ് ലാഫറില് സഫീല. ഓക്കെ മിസ്, ഇതാ വരുന്നു. ഹ്യൂമർ ആൻഡ് ലാഫർ എന്ന് വെച്ചാൽ തമാശയും ചിരിയും. ശരി. അത് നമ്മുടെ ലൈഫിൽ ഇപ്പം ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, മൃഗങ്ങളുടെ സോഷ്യൽ ഇമോഷൻസ്, ഡെയിലി വർക്ക്, സാമൂഹിക വികാരങ്ങൾ അങ്ങനെ വരുമ്പം നമുക്ക് മൃഗങ്ങളിൽ നിന്നും തന്നെ അത് വേർതിരിച്ച് വരുന്നുണ്ട്. മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ക്രിയേറ്റിവ്ലി അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഡെയിലി വർക്ക്. ഹ്യൂമർ ആൻഡ് ലാഫർ ഹെൽപ്പ് ഇൻ കൺട്രോളിങ് കോൺഫ്ലിക്ട്സ് ആൻഡ് ടെൻഷൻസ്. അപ്പൊ നമുക്ക് മനുഷ്യന്റെ ഇത് എന്താ കൺട്രോളിങ്, വഴക്കും ടെൻഷനും ഒക്കെ വരുമ്പോൾ അത് ഹ്യൂമറിൽ അതില് കൺട്രോളിങ് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഇത് വരും മനുഷ്യന്റെ കാര്യത്തിൽ. ദേ ലീഡ് ടോളറൻസ്, റിലാക്സേഷൻ ആൻഡ് ജോയ്. ദേ ഗീവ് ചാൻസ് ആൻഡ് ക്രിറ്റിസൈസ് ഇമ്പോർട്ടൻറ്റ് വൺസ് ബിഹേവിയർ. അപ്പോഴ് സന്തോഷത്തിലേക്കും വിമർശനത്തിനും സെൽഫ് ക്രിറ്റിസൈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ പെരുമാറ്റം അനുസരിച്ച് ഇരിക്കും ഹ്യൂമർ. ഓക്കെ. അതായത് നമ്മള് ഇവിടെ അത് പറയുന്നത് തമാശ ചിരി. നമ്മൾക്കറിയാം നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ആ ജീവിതത്തിന് കുറച്ചെങ്കിലും ഒരു റെസ്റ്റ് വേണം, അല്ലെ? അപ്പൊ നമ്മള് വിശ്രമ വേളകളിലൊക്കെ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തമാശ പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത്രയും നമ്മുടെ സ്ട്രെസ് അവിടെ കുറഞ്ഞു കിട്ടുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ പഠിത്തത്തിന്റെ കേസിലായാലും അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ സ്ട്രെസ് ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ നിങ്ങള് കോമഡീസ് ഒക്കെ എടുത്ത് കാണാറുണ്ട്, അല്ലെ? മൊബൈൽ ഫോണിൽ നിന്ന് കോമഡി രംഗങ്ങൾ കാണാറുണ്ട്. അതുപോലെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഒരു വിഡ്രോവലാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോ ഒരാള് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു, ഞാൻ നിങ്ങളോട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തും ആ ചിരി വരാനായിട്ട് ഞാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യില്ലേ? നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യും? നിങ്ങൾ ചിരിക്കാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോ തമാശ പറയുമ്പോഴോ അല്ലെങ്കിൽ ഞാനിപ്പോ പൊട്ടിച്ചിരിക്കുമ്പോഴോ നിങ്ങൾക്കും അതേ രീതി എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില്, അതായത് നമുക്ക് എന്താ പറയാ, മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നാണെന്ത്? ഈ ഒരു ഹ്യൂമർ ആൻഡ് ലാഫർ എന്ന് പറയുന്നത്, അല്ലെ? മൃഗങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റുമോ? ചിരിയും തമാശയൊക്കെ കാണാൻ പറ്റുമോ മൃഗങ്ങളില്? ഇല്ല, ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഇപ്പൊ തമാശക്കായാലും ചിരിക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എപ്പോഴും മസിൽ പിടിച്ച് ഇരിക്കുന്ന ആളുകളെ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങാം, അല്ലെ? നമുക്കറിയാം അത്. നമ്മള് എത്തരത്തിലുള്ള നമ്മൾ ആളുകളോട് അടുക്കുമ്പോൾ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. എപ്പോഴും തമാശ പറയുന്ന അല്ലെങ്കിൽ എപ്പോഴും ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളോടാണ് നമ്മൾ എപ്പോഴും ഇടങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും മസിൽ പിടിച്ച് മാറി നോക്കിത്തിരിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യില്ല, നമ്മൾ കൂട്ടുകൂടില്ല. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്കൂളില് നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ അതിനകത്ത് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും നല്ല രീതിയിൽ തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് എല്ലാവരുടെ അടുത്ത് ഓടിയെത്തുന്ന ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ പഠിച്ചു വന്ന ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ഒന്ന് ഓർത്തു നോക്കിയേ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ എന്ന്? ആരെങ്കിലും ഒരാളുണ്ടാവും, ഇല്ലേ? എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരെയും തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒന്ന് ഓർത്തു നോക്കിയേ, ഇല്ലേ? ഒരാളല്ല, ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുണ്ട്, ഒരാളല്ല. അപൂർവം ചിലതാണ് ഒരെണ്ണം ഉണ്ടാവുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്താ പറയാ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ആരോടും മിണ്ടില്ല, ഒറ്റ മനുഷ്യരോടും മിണ്ടില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എന്റെ.
ചിരിക്കുമായിരുന്നു എപ്പോഴും, പക്ഷെ ആരോടും മിണ്ടില്ല. പിന്നെ വലുതായപ്പോഴാണ്, കോളേജിൽ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോഴാണ് ആളുകളോട് മിണ്ടാനായിട്ട് ആരംഭിച്ചത്. അപ്പൊ മനസ്സിലായ വ്യത്യാസം, ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്റെയും ആളുകളോട് മിങ്കിൾ ചെയ്യുന്നതിന്റെ വ്യത്യാസം അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ അത് ആളുകളിലേക്ക് ശ്രദ്ധിക്കും. അതായത് ഈ ആളുകളെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഒരിക്കലും മറക്കില്ല അവരെ. അത് അവരുടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മറ്റുള്ളവരെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, അല്ലെങ്കിൽ തമാശ പറയുക എന്നൊക്കെ. അപ്പോ അതിലൂടെ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്ന് ഇത്രയും മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്, അതായത് ബുധനാഴ്ച കാണാം. ഓക്കെ. Okay, teacher. Thank you. Have a nice day. Thank you, Miss. Thank you. Thank you so much. Thank you, Miss. Thank you, Usha.